നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 306 ക്യാപ്സ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമചന്ദ്രൻ സീതാസമേതം ഉടൻ തന്നെ അല്പസമയത്തിനകം അയോധ്യയിലേക്ക് തിരികെ എത്തും എന്ന സന്തോഷ വാർത്ത ഹനുമാൻ ഭരതനെ അറിയിച്ചു. ആ മാത്രയിൽ തന്നെ അത്ഭുതം കൊണ്ട്, വിസ്മയം കൊണ്ട്, ആനന്ദാതിരേകം കൊണ്ട്, ആനന്ദത്തിൻ്റെ തള്ളിച്ചയിൽ വികാര പാരവശ്യത്താൽ ഭരതൻ മോഹാലസ്യപ്പെട്ട് വീഴുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം ഉണർന്നെണീറ്റ് ഹനുമാനെ ആലിംഗനം ചെയ്തു. ആനന്ദക്കണ്ണീർ, ആനന്ദബാഷ്പം, ഹർഷബാഷ്പം പൊഴിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് ഇത്രയും സന്തോഷമുള്ള, ഞാൻ കഴിഞ്ഞ 14 വർഷമായി ഏത് വാർത്ത കേൾക്കാനായിട്ടാണോ ഞാൻ കാത്തിരുന്നത്, ആ വാർത്ത എന്നെ അറിയിച്ചതിന് പ്രതിഫലമായി ഞാൻ തിരികെ അങ്ങേക്ക് എന്താണ് തരേണ്ടത്? എൻ്റെ കൈവശം ഒന്നുമില്ലാതായിപ്പോയല്ലോ. എന്നോട് ഇനി രാമൻ്റെ കഥയൊന്ന് പറഞ്ഞു തരാമോ? രാമകഥയൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ഈ രാവണൻ സീതാദേവിയെ അപഹരിച്ചത്? എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ വാനരന്മാരുമായി സഖ്യം ചെയ്തത്? എല്ലാം എനിക്കറിയണം. എല്ലാം വിശദമായിട്ട് തന്നെ എനിക്കറിയണം. ഭരതൻ ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രനെ ഏറ്റവും അവസാനം കാണുന്നത് ചിത്രകൂട പർവ്വതത്തിൽ വെച്ചാണ്. തിരിച്ച് വരണം എന്നുള്ള അഭ്യർത്ഥനയുമായി പോയി കണ്ടു. അദ്ദേഹത്തെ ശ്രീരാമേന്ദ്രൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവിടെ വെച്ച് തിരിച്ച് പറഞ്ഞയക്കുകയായിരുന്നു. അന്ന് പറഞ്ഞു 14 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഭരതൻ പറഞ്ഞു, ഞാൻ പാതകങ്ങൾ വെച്ച് രാജ്യം ഭരിക്കും, പക്ഷേ 14 വർഷം പൂർത്തിയാകുന്ന ദിവസം, അതിൻ്റെ തൊട്ടടുത്ത ദിവസം അങ്ങ് വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മാഹുതി നടത്തും എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും ഭരതൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഹനുമാൻ്റെ സഹായം തേടുന്നത്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, എല്ലാം ഞാൻ പറഞ്ഞുതരാം, അങ്ങേക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്, എന്തൊക്കെയാണ് സംശയം, എല്ലാം ഞാൻ പറഞ്ഞുതരാം. വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രീരാമേന്ദ്രൻ ഹനുമാനെ നേരത്തെ തന്നെ ഭരതൻ്റെ അടുത്തേക്ക് അയച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇതുവരെയുള്ള എല്ലാ കഥകളും ഒന്നൊഴിയാതെ ഭരതനും ശത്രുഘ്നനും പറഞ്ഞു കൊടുക്കും ഹനുമാൻ. ഈ കഥയെല്ലാം കൂടെ കേട്ട് എല്ലാവരും ഇങ്ങനെ വിസ്മയം പൂണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ, ജ്യേഷ്ഠൻ വരാനുള്ള സമയമായല്ലോ, ഒരുക്കങ്ങൾ തുടങ്ങണ്ടേ. അങ്ങനെ ഭരതൻ ശത്രുഘ്നനെ വിളിച്ച് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകി. എങ്ങനെയൊക്കെയാണ് ശ്രീരാമേന്ദ്രനെ സ്വീകരിക്കേണ്ടത്, എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്തേണ്ടത്, ഈ രാജ്യമാകെ അലങ്കരിക്കണം, അയോധ്യാപുരി ആകെ അലങ്കരിക്കണം, ഈ അയോധ്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കണം, വിളക്കുകൾ തെളിയിക്കണം, ദീപാവലി പോലെ ആയിരക്കണക്കിന് ആയിട്ടുള്ള വിളക്കുകൾ തെളിയിക്കണം, വാദ്യഘോഷങ്ങൾ ഈ അയോധ്യ നഗരത്തിൽ എവിടെയും വാദ്യഘോഷങ്ങൾ മുഴങ്ങി കേൾക്കണം, ആന, കുതിര, തേര്, കാലാൾ സൈന്യങ്ങളെല്ലാവരും അണിനിരക്കണം, ഒരു ഗാർഡ് ഓഫ് ഓണർ പോലെ അണിനിരക്കണം. കൊടിതോരണങ്ങൾ ഈ രാജ്യത്തെമ്പാടും പാറിക്കളിക്കണം. ഈ രാജ്യത്തെ പാതകൾ, വഴികൾ എല്ലാം തൂത്തുവാരി അടിച്ച് തെളിച്ച് വൃത്തിയാക്കണം. നഗര കവാടത്തിൽ വെച്ചാണ് ജ്യേഷ്ഠനെ സ്വീകരിക്കേണ്ടത്. നഗര കവാടത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കണം. അപ്പോൾ പൂർണ്ണകുംഭം, ധൂപം, ദീപം ഇവയുമായിട്ട് എല്ലാവരും അവിടെ എത്തണം. രാജാക്കന്മാരും രാജപത്നിമാരെയും പ്രത്യേകം ക്ഷണിക്കണം, അവരെത്തണം. മന്ത്രിമാർ, താപസന്മാർ, ബ്രാഹ്മണന്മാർ, സൂതന്മാർ, വൈതാളികന്മാർ, സ്തുതിപാഠകർ ആരെയും ഒഴിച്ചു നിർത്തരുത്, ഒരാളിനെപ്പോലും ഒഴിച്ചു നിർത്തരുത്. എല്ലാവരെയും ക്ഷണിക്കണം ശ്രീരാമ ദർശനത്തിനായി. ഈ അയോധ്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും അയോധ്യ നഗരത്തിൻ്റെ കവാടത്തിൽ ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാനായി എത്തണം. അതിനായി അവരെയെല്ലാം ക്ഷണിക്കുകയും വേണം. അങ്ങനെ ശത്രുഘ്നൻ്റെ നേതൃത്വത്തിൽ ഭരതൻ്റെ ആജ്ഞ നടപ്പിലാക്കുകയാണ്. എല്ലാം ഭരതൻ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്തു. അയോധ്യ മനോഹരമായി അലങ്കരിച്ചു. പൗരജനങ്ങൾ ഒന്നാകെ അവിടെ വന്നു ചേർന്ന് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാൻ അണിനിരന്നു. 10,000 ആനകൾ, 10,000 കുതിരകൾ, 10,000 ആനകൾ, 10,000 തേരുകൾ, 100,000 കുതിരകൾ, 5 ലക്ഷം കാലാൾപ്പട എന്നിവർ അവിടെ അണിനിരന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. എന്നിട്ട് ഇതേവരെ ആ സിംഹാസനത്ത് വെച്ച് പൂജിച്ചിരുന്ന പരമപാവനമായ പരമപവിത്രമായ ശ്രീരാമചന്ദ്രൻ്റെ പാദുകങ്ങൾ
ഭരതൻ ശിരസിൽ വഹിച്ചുകൊണ്ട് നഗ്നപാതനായി കാൽനടയായി ഭരതൻ അവിടേക്ക് എത്തുകയാണ് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാൻ. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ശത്രുഘ്നനും കൂടെ തന്നെയുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ അതാ അങ്ങ് ദൂരെ ഒരു പൊട്ടുപോലെ രാമനെ വഹിച്ചുകൊണ്ട് വരുന്ന പുഷ്പക വിമാനം കാണാം. എല്ലാവരും അവിടേക്ക് നോക്കുന്നു. കാണെ ആ വിമാനം താഴേക്ക് വലുതായി വരികയാണ്. താഴേക്ക് പറന്നിറങ്ങുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഹനുമാന് സന്തോഷം അടക്കാനായില്ല. അപ്പം ഹനുമാൻ അവിടെ കൂടി നിന്ന പൗരപ്രമുഖരോടൊക്കെ പറഞ്ഞു, അതാ ആ വരുന്ന വിമാനത്തിൽ ശ്രീരാമചന്ദ്രൻ സീതാസമേതം ലക്ഷ്മണസമേതം എഴുന്നള്ളുന്നു. അദ്ദേഹം സീതയും ലക്ഷ്മണനും മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഉള്ളത്, അദ്ദേഹത്തിൻ്റെ കൂടെ സുഗ്രീവനുണ്ട്, വിഭീഷണനുണ്ട്, മറ്റ് സൈനിക പ്രമുഖരുണ്ട് എന്നൊക്കെ ഹനുമാൻ അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആ പരമാനന്ദ വിഗ്രഹത്തെ എല്ലാവരും കണ്ണിറയെ കണ്ട് തൊഴുതുകൊള്ളൂ എന്നും ഹനുമാൻ പറയും. അപ്പോൾ ജനങ്ങളിങ്ങനെ ഈ വാർത്ത കേട്ടിട്ട് ഈ വിമാനം ഇങ്ങനെ താണ് പറന്ന് വരുന്നത് കണ്ടിട്ട് ജനാവലി ആകെ ഇളകി മറിയുകയാണ്. ജനങ്ങൾ ആഹ്ലാദ ആരവം പ്രകടിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രീരാമനെ തൊഴുത് നിൽക്കുകയാണ്. ആ വിമാനത്തിൻ്റെ അഗ്രാസനത്തിൽ, നമുക്കറിയാം വിമാനത്തിൻ്റെ ഏറ്റവും മുമ്പിലുള്ള അഗ്രത്തുള്ള ആസനത്തിൽ, ഇരിപ്പിടത്തിൽ, എല്ലാവർക്കും കാണാവുന്ന ആ ഇരിപ്പിടത്തിൽ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ഇരുന്നരുളുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ എല്ലാവർക്കും കാണാം. അതിന് രാമായണത്തിൽ ആ ശ്രീരാമചന്ദ്രൻ ആ ഇരിപ്പിനെ, ആ ദർശനത്തെ ഒക്കെ വിവരിക്കുന്ന ഒരു ഉപമ എന്താണ്? മഹാമേരുവിന് മുകളിൽ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ. മഹാമേരു നമുക്കറിയാം ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ മറവിൽ നിന്ന് പതുക്കെ ഉയർന്ന് വന്നിട്ട് ആ സൂര്യൻ എങ്ങനെ ദൃശ്യമാകുന്നു, ആദിത്യനെ എങ്ങനെ ദൃശ്യമാകുന്നുവോ. ആദ്യം സൂര്യൻ്റെ ചെറിയ ഭാഗങ്ങൾ കാണാം, പിന്നെ പൂർണ്ണമായിട്ടും കാണാം. മലയ്ക്ക് മുകളിൽ, പർവ്വതത്തിന് മുകളിലായിട്ട് എന്ന് പറഞ്ഞ പോലെ ആദ്യം ഒരു പൊട്ടുപോലെ കണ്ട വിമാനം ഇപ്പോൾ പൂർണ്ണമായി ഏതാണ്ട് അടുത്ത് തന്നെ കാണാം. അതിൻ്റെ അഗ്രാസനത്തിൽ ഇരുന്നരുളുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ദർശനം താഴെ നിന്ന് തന്നെ ലഭിക്കുകയാണ്. അപ്പോൾ വിമാനം താഴേക്ക് ഇറങ്ങി ആദ്യം ആ വിമാനത്തിനുള്ളിൽ ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാനായി വിമാനത്തിനുള്ളിലേക്ക് കയറുന്നത് ഭരതനും ശത്രുഘ്നനുമാണ്. അവർ ശ്രീരാമചന്ദ്രൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കും. 14 വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ സഹോദരന്മാർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. വികാര പാരവശ്യം തുളുമ്പി നിൽക്കുന്ന ഒരു പുനഃസമാഗമമാണ് അത്. ആ അനുജന്മാരെ രണ്ടുപേരെയും ശ്രീരാമചന്ദ്രൻ ആലിംഗനം ചെയ്ത് തൻ്റെ മടിയിലേക്ക് ഇങ്ങനെ ചേർത്തിരുത്തി മുറുകെ കെട്ടിപ്പുണർന്നു ആലിംഗനം ചെയ്തു. എല്ലാവരും ആനന്ദ അശ്രുക്കൾ പൊഴിച്ചു, ആനന്ദത്തിൻ്റെ കണ്ണുനീരൊഴുകുകയാണ്. ഈ സമയത്ത് ലക്ഷ്മണൻ തൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള ഭരതൻ്റെ കാൽക്കൽ പാദങ്ങൾ തൊട്ട് വണങ്ങും. ശത്രുഘ്നനാകട്ടെ തൻ്റെ മൂത്ത സഹോദരനായ ലക്ഷ്മണൻ്റെ പാദം തൊട്ട് വണങ്ങും. ഭരതനും ശത്രുഘ്നനും തങ്ങളുടെ ജ്യേഷ്ഠ പത്നിയായ സീതയുടെ പാദങ്ങളിൽ വീണ് വണങ്ങും. അപ്പോൾ വിമാനത്തിൽ കയറിയ ഹനുമാൻ ഓരോരുത്തരെയായിട്ട് ഭരതന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് സുഗ്രീവൻ, ഇത് വിഭീഷണൻ, ഇത് അംഗദൻ, ഇത് നീലൻ, ഇത് ജാംബവാൻ തുടങ്ങി 30-ൽ പരം വാനരശ്രേഷ്ഠന്മാരെ, വാനരപ്രമുഖരെ, അവർ മനുഷ്യവേഷത്തിലാണ് വന്നിരിക്കുന്നത്. അവരെ ഓരോരുത്തരെയും അവരുടെ പത്നിമാരെയും ഒക്കെ ഹനുമാൻ പരിചയപ്പെടുത്തും. അവരെയെല്ലാം തൊഴുതു വന്ദിക്കും ഭരതൻ. അവരെ അയോധ്യയിലേക്ക് സ്വാഗതം ചെയ്യും ഭരതൻ. എല്ലാവരുടെയും ക്ഷേമം ഭരതൻ അന്വേഷിക്കും. എല്ലാവർക്കും ശ്രീരാമചന്ദ്രന് സഹായം നൽകിയ വാനരസേനയുടെ പ്രമുഖരാണ്. അവർക്കെല്ലാവർക്കും ഭരതൻ നന്ദിയും പറയും. നന്ദി പറയുമ്പോൾ ആദ്യം സുഗ്രീവനോടാണ് പ്രത്യേക നന്ദി ഭരതൻ അറിയിക്കുന്നത്. ആലിംഗനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നന്ദി പ്രകടനം നടത്തുന്നത്. എന്നിട്ട് ഭരതൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വികാരഭരിതമായിട്ടുള്ള വാക്കുകളാണ് ഭരതൻ സുഗ്രീവനോട് പറയുന്നത്. അങ്ങയുടെ സഹായം കൊണ്ടാണ് ശ്രീരാമചന്ദ്രന് രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാൻ സാധിച്ചത്. അത് ദശരഥ മഹാരാജാവിന് ഇതേവരെ 4 മക്കളായിരുന്നു, ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും. ഇന്നിതാ ഞങ്ങൾക്കൊരു സഹോദരനെ കൂടി ലഭിച്ചിരിക്കുകയാണ്.
ഞങ്ങളുടെ പിതാവായ ദശരഥന് ജനിക്കാതെ പോയ മകനാണ് താങ്കൾ സുഗ്രീവൻ. ഇനി നമ്മൾ 5 മക്കളാണ്. ഇതിൽ കൂടുതലൊരു അംഗീകാരം ആപത്തിൽ സഹായിച്ച ഒരു സഖാവിന്, ഒരു സുഹൃത്തിന് ആർക്കും തന്നെ നൽകാനാവില്ല. അത്ര വലിയ ആദരവാണ്. സ്വന്തം സഹോദരനായി തന്നെ സ്വീകരിച്ചുകൊണ്ട്, സ്വന്തം പിതാവിൻ്റെ മകനായി തന്നെ കണക്കാക്കിക്കൊണ്ടുള്ള സ്നേഹമാണ് ഭരതൻ സുഗ്രീവന് മേൽ വർഷിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഇനി എന്താണ്, ഇനി അമ്മമാരെ കാണണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൗസല്യയും സുമിത്രയും കൈകേയിയും തൻ്റെ മക്കളെ കാണാനായി തയ്യാറെടുത്ത് അങ്ങേയറ്റത്തെ ആകാംക്ഷയോടുകൂടി ജിജ്ഞാസയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഇനി അമ്മമാരെ കാണുന്ന വികാരഭരിതമായിട്ടുള്ള മുഹൂർത്തമാണ്. അത് അടുത്ത 307-ാമത്തെ ലക്കത്തിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.